guys, welcome to KT Gaming in the Rocket Car Ball. എപ്പിസോഡ് എത്രയാണെന്ന് അറിഞ്ഞൂടാ. സ്റ്റോറി മോഡ് നമ്മൾ മൊത്തം കംപ്ലീറ്റ് ഉണ്ട്. പക്ഷേ ഇതിലൊരു പ്രശ്നം, ഈ സ്റ്റാർ അതായത് ഈ ചാപ്റ്റർ 1 മാത്രമേ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളൂ. ചാപ്റ്റർ 2, 3, 4 അങ്ങനെ അതൊന്നും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. പക്ഷേ ഇത് മൊത്തം നമ്മൾ കംപ്ലീറ്റ് ചെയ്യാൻ പോവാണ്. ഈ വീഡിയോയിൽ ചാപ്റ്റർ 2ഉം ചാപ്റ്റർ 3യുമാണ് മാക്സിമം കംപ്ലീറ്റ് ചെയ്യാൻ നോക്കുന്നത്. അതിൻ്റെ കൂടെ ഒരു 10 ഗോളും നമ്മൾ അടിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. ചാപ്റ്റർ 2 എടുക്കുകയാണെങ്കിൽ ലെവൽ 7ഉം ലെവൽ 9ഉം 3 സ്റ്റാർ ഉണ്ട്. പക്ഷേ ബാക്കി ഒന്നിലൊക്കെ 1ഉം 2ഉം ഒക്കെ ഉള്ളൂ. അതൊക്കെ നമ്മളിന്ന് മാറ്റുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. വേറെ ഗെയിം ഉണ്ട്, നമ്മൾ ഇതായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്യാണ്. വേറെ ഗെയിമെല്ലാം വേണമെങ്കിൽ പറഞ്ഞാൽ മതി. അപ്പോൾ നമ്മൾ കളിയിലോട്ട് പോകാം. അപ്പോൾ ചാലഞ്ച് എന്തോന്ന് നോക്കട്ടെ. വിൻ ദി മാച്ച്, അച്ചീവ് 1 ഗോൾ. ചാപ്റ്റർ 2 സിമ്പിളാണ്, ഒന്നും അത്രയൊന്നുമില്ല. അച്ചീവ് 2 ഗോളുകൂടെ അടിക്കുമ്പോഴത്തേക്ക് അത് പിന്നെ കംപ്ലീറ്റ് ആവും. പിന്നെ നമ്മുടെ ഇത് ഏറ്റവും വലിയ ഇതെന്തുവെന്ന് ചോദിച്ചാൽ ബൂസ്റ്റ് ലെവൽ 9 ആണെന്ന് തോന്നുന്നു. ബൂസ്റ്റ് ലെവൽ 9 നേരത്തെ നമ്മൾ ലെവൽ 6 എങ്ങാണ്ടായിരുന്നിട്ട് അത് നമ്മൾ മാറ്റി. കാരണം എന്താ, കംപ്ലീറ്റ് ചെയ്യാൻ പോവല്ലേ, അതുകൊണ്ട് തന്നെ. അച്ചീവ് ഡബിൾ കോൾ പറ്റുന്നില്ല. അതിൻ്റെ കൂടെ 10 ഗോളും അടിക്കാനും നമ്മൾ നോക്കുന്നതായിരിക്കും. ഫ്രീസ് അത് ഗോളായിരുന്നു, പക്ഷെ സേവ് ചെയ്തു. ഈസിയിൽ ഏറ്റവും വലിയ കുഴപ്പമെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഗോളി വായി നോക്കി ഇരിക്കുകയും ചെയ്യും, ഗോള് കയറുകയും ചെയ്യും. ഫസ്റ്റ് ഹാഫ് കഴിയാറാ ഇത്ര പെട്ടെന്ന്. അയ്യോ, 5 സെക്കൻഡ്, 4, 3, 2 ഗോള്. അതിനെ 0 സെക്കൻഡ് ഇരുന്നപ്പോൾ നമ്മളൊരു ഗോൾ അടിച്ചു. അങ്ങനെ 2-0. നമ്മൾ ചാലഞ്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇനി ഈ കളിയും കൂടെ ഒന്ന് കഴിഞ്ഞാൽ മതി. ചാലഞ്ച് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാൻ നോക്കട്ടെ. ചാലഞ്ച് അച്ചീവ് 1 ഗോള്, അച്ചീവ് 2 ഗോള്. വിൻ ദി മാച്ച് എന്തായാലും ജയിക്കും. നമ്മളപ്പോൾ ഇതൊക്കെ സ്കിപ്പ് ചെയ്തുള്ളതാണ്. അപ്പം നമുക്ക് ഈ കളി കഴിഞ്ഞിട്ട് കാണാം. കളിയും കാര്യങ്ങളും കഴിഞ്ഞിട്ടുണ്ട്. 2-0. നമുക്കപ്പോൾ അടുത്ത മാച്ചിലോട്ട് പോകാം. 3 അങ്ങനെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പം തന്നെ നമുക്ക് നോക്കുകയാണെങ്കിൽ സ്റ്റാർ 12 ആയിട്ടുണ്ട്. ഇനി ലെവൽ 8ഉം ലെവൽ 10ലെ കൂടെ ചെയ്താൽ മതി. ലെവൽ 8 2 സ്റ്റാറും ലെവൽ 10 1 സ്റ്റാറും മതി. നമുക്ക് ലെവൽ 8ലേക്ക് പോകാം. വിൻ ദി മാച്ച്, അച്ചീവ് 2 ഗോള്, അച്ചീവ് VMB എന്തുവാന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇതിനകത്തുണ്ടോ നോക്കട്ടെ. നമുക്ക് നോക്കാം, VMB കിട്ടുമോ നോക്കാം. VMB എന്ന് വെച്ചാൽ ഗോൾഡ് ആണെന്ന് തോന്നുന്നു. ഫസ്റ്റ് ഗോള് കയറിയില്ല. അച്ചീവ് ഡബിൾ ഗോൾ. ഇവിടെ സേവ് Mara. Andal nice.
ഗോള് കേറണേ ഗോളില്ല. ഇവിടെ ഒരു ഗോളും കയറ്റാൻ പറ്റുന്നില്ല. നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. നമ്മളപ്പോൾ അതുകൊണ്ട് റീസ്റ്റാർട്ട് അടിക്കുകയാണ്. ഫസ്റ്റ് ഗോള് സേവ്. EMP കംപ്ലീറ്റ് ആയോ? അച്ചീവ് EMP കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ 2 ഗോള്. അങ്ങനെ നമുക്ക് അച്ചീവ് 2 ഗോളും അച്ചീവ് EMPയും കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഈ കളി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ കളിയും കഴിഞ്ഞിട്ടുണ്ട്. അപ്പം 5-4 1 ഗോളിൻ്റെ വ്യത്യാസത്തിന് നമ്മൾ ജയിച്ചേ. അപ്പം നമ്മൾ അത് 3 നോക്കിയിട്ടുണ്ട്. ഇനി 1 സ്റ്റാർ, അത് ഈ ലെവൽ 10ലാണ്. ക്രാഷ് 2 എനിമീസ് യൂസ് 2 വെപ്പൺസ്. അപ്പോൾ നമ്മൾ ക്രാഷ് 2 എനിമീസ് നോക്കാം, മാക്സിമം നോക്കാം. കാരണം ചാപ്റ്റർ 2 ആയതുകൊണ്ട് തന്നെ സിമ്പിൾ ആയിരിക്കും. നമ്മൾ ഫസ്റ്റ് തന്നെ 2 ഇത് ഇട്ടിട്ടുണ്ട്. ഫസ്റ്റത്തെ വെപ്പൺ ഷീൽഡൊക്കെ പറപ്പിച്ച് എന്തി ഫസ്റ്റ് ഇല്ലേ. ക്രാഷ് 2 എനിമീസ് പറ്റിയില്ല. അപ്പം നമുക്ക് ഒന്നുകൂടെ കളിക്കാം. മാക്സിമം എത്രത്തോളം പറ്റുന്നു അത്രത്തോളം നമ്മൾ കളിക്കും. ഇപ്പം നമ്മൾ ഒരെണ്ണം വിട്ടിട്ടുള്ളൂ. ഒരുത്തന്നെ നമ്മൾ പറപ്പിച്ചിട്ടുണ്ട്. അവനാ കില്ലെടുത്ത്. അതുകൊണ്ട് നമുക്ക് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യാം. ഇതിപ്പം 3ാമത്തെ തൊട്ടോ ഈ കില്ലെടുക്കുന്ന ഞാൻ ഭയങ്കര പെടാപ്പാട്. അപ്പോൾ നമ്മളിതിപ്പം കളി ജയിക്കാനൊന്നും നിൽക്കുന്നില്ല. നമ്മൾ ഈ കളി കണ്ട് അങ്ങനെ നമ്മൾ ഈ കളി തന്നെ കഴിച്ചിട്ടുണ്ട്. 3-0. അപ്പം നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അച്ചീവ്മെൻ്റ് ഒക്കെ കിട്ടി. അങ്ങനെ നമുക്ക് ഇതും കിട്ടി. അപ്പം നമ്മൾ 3 സ്പിന്നും കിട്ടി, കോയിനും കിട്ടി. സ്പിന്ന് നമ്മൾ എടുക്കുവാണ്. 10 ഡയമണ്ട് കിട്ടി. റെയറായിട്ടും അല്ല സൂപ്പർ ടാങ്ക് കിട്ടിയുള്ളൂ. ലാസ്റ്റ് ഒരെണ്ണമാണ് നോക്കാം. നമുക്ക് പിന്നെ സ്പിന്നിൻ്റെ കോയിനൊക്കെ മേടിക്കാൻ പറ്റും. ഇതും കിട്ടി. നമുക്ക് എന്തെങ്കിലും റിപ്പയർ ചെയ്യാൻ പറ്റുമോ? തൊപ്പിയുള്ള ഡയമണ്ട്. അപ്പൊ നമുക്ക് സ്റ്റോറി മോഡ് 2 കംപ്ലീറ്റ് വേണ്ടി 3ാമത്തെ ചാപ്റ്റർ 3ലേക്ക് പോവാം. ഇത് 1, 2, 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 2 നടക്കുന്നുണ്ട്. ഫസ്റ്റ് ഫിനിഷ്. ഇവിടെ ഇതിനൊക്കെയാണോടാ എൻ്റെ ഇത് പോയേ. അപ്പം നമ്മൾ അച്ചീവ് ഡബിൾ ഇതെടുക്കുകയാണ്. അപ്പം നമുക്ക് കളിയിലേക്ക് പോവാം. അച്ചീവ് 2 ഗോള് അതിപ്പോൾ തന്നെ ചെയ്യാം. ഇവന്മാർ പെട്ടെന്ന് ചാവത്തില്ല. 3 വിട്ടാലും ചാവത്തില്ല. സോറി, തെറ്റിപ്പോയി. അവന്മാർ 3 വിടുമ്പോഴുള്ള പടമാവും. മൈ മിസ്റ്റേക്ക്. അങ്ങനെ ഫസ്റ്റ് ഗോളും ഫസ്റ്റ് ടച്ചും സെക്കൻഡ് ഗോളും അന്നൊന്നും ആ ബൂസ്റ്റ് ഇല്ലാത്തതിൻ്റെ ആയിരുന്നു. അന്ന് ഇത്ര സ്പീഡുള്ള ബൂസ്റ്റ് ഇല്ലായിരുന്നു. നമ്മുടെ
നമ്മൾ കളി കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ നമ്മൾ രണ്ട് ഗോളും രണ്ട് ഫസ്റ്റ് ടച്ച് കൊടുത്തിട്ടുണ്ട്. എങ്കിൽ പിന്നെ കളി കഴിഞ്ഞിട്ട് കാണാം നമുക്ക്. 6 ഗോള് 6-0 കളി. അപ്പൊ കളി കഴിയാറായി. കളി കഴിഞ്ഞു. നമ്മൾ തന്നെ അയച്ചിട്ടുണ്ട് 5 ഗോളും കൊണ്ട് അടിച്ചു. ഒരു ഗോള് നമ്മുടെ ടീമായിട്ട് അടിച്ചു. അങ്ങനെ അതും കംപ്ലീറ്റ് ചെയ്തു. ഇനി ലാസ്റ്റ് അച്ചീവ് ഡബിൾ കില്ല്. നേരത്തെ കൂട്ടാണ് പാടുപെടൂ. നമ്മളപ്പോൾ ഒരു ബാറ്ററി എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കളിയിലോട്ട് പോവാം. ഒരു ഇല്ലെങ്കിൽ എടുക്കാം. കളിയിൽ ജയിച്ചു. പക്ഷെ ക്രാഷ് ഒരു എനിമിയെ പോലും നമ്മൾ കൊന്നിട്ടില്ല. നമ്മൾ ഒന്നുകൂടെ കളിക്കുകയാണ്. അപ്പൊ നമുക്ക് ഈ കളി കഴിഞ്ഞ് വിൻ ചെയ്തിട്ട് കാണാം. നമ്മൾ വെന്തി മാച്ച് എടുത്തിട്ടുണ്ട്. ഡബിൾ കില്ല് എടുത്തിട്ടുണ്ട്. ക്രാഷ് 1 എനിമി എടുത്തിട്ടുണ്ട്. നമ്മൾ അതും കംപ്ലീറ്റ് ചെയ്ത് ചാപ്റ്റർ 3 നമ്മൾ ഫുള്ളും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ നിന്നും കോയിനും കാര്യങ്ങളും കിട്ടി. അങ്ങനെ 3 നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഇനി 1, 2, 3, 4, 5, 6, 7 ചാപ്റ്ററുകളുണ്ട്. ഇനി അങ്ങോട്ട് പോകുമ്പോഴാണ് കുറച്ച് റിസ്ക് ആവാൻ പോകുന്നത്. നമുക്ക് സ്പിൻ ചെയ്യാം. എല്ലാം കിട്ടിയാൽ മതിയായിരുന്നു. ഈ സൂപ്പർ കിട്ടുന്ന എക്സ്ട്രാ കിട്ടി. നല്ല വെപ്പം വല്ലതാ എനിക്ക് ഡയമണ്ടും കിട്ടി. 250 ഇതുമായിട്ടുണ്ട്. ഡയമണ്ട് വല്ല 260 ഡയമണ്ട്. അപ്പോൾ നമുക്കൊരു ചാമ്പ്യൻഷിപ്പ് കപ്പ് കൂടെ അങ്ങ് എടുത്തേക്ക് റീസെറ്റ് ചെയ്യാം. നമുക്ക് ഒരു കളിയും കൂടെ ചെയ്യാം. ബാക്കി ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യുന്നത് പിന്നെ ചെയ്യാം. നമ്മളൊരു 17 മിനിറ്റ് ഒരു 20 മിനിറ്റാണ് നമ്മൾ മാക്സിമം നോക്കുന്നത്. ഗോൾ ബൈ കാശി. സെക്കൻഡ് ഗോൾ. അത് ഗോളായില്ല ഗൈസ്. കീഴി കയറി നിന്നുള്ള ഗോള്. അങ്ങനെ 3-0. ഗോൾ. അത് ഗോള് കയറിയില്ല. എന്നെ സാധനം കാരണമാണ്. മുട്ടായി വേണടാ, മേടിച്ചരടാ. എന്റെ കിഴിന്ന് മൂറ. അപ്പൊ ഗൈസ് ഇനി ഈ കളി ഒന്ന് കഴിഞ്ഞിട്ട് കാണാം. അപ്പൊ നമ്മൾ അതൊക്കെ ജയിച്ചിട്ടുണ്ട്. നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ ബാക്കി വീഡിയോയിൽ ചെയ്യാം, അടുത്ത വീഡിയോയിൽ ചെയ്യാം. അപ്പോൾ ഒന്നുകൂടെ പറയുകയാണ്, എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കുകയും ചെയ്യരുത്. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.